ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ? പറയട്ടെ, അങ്ങ് പറയട്ടെ. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. പറയല്ലേ? രണ്ടദ്ദേഹം മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. പറഞ്ഞത് ദുരന്തങ്ങൾ അറിയിക്കാനാണ് സാധാരണ ഇത്തരം മെസ്സേജുകൾ ആരയിക്കുന്നത്. ഈ പറയുന്ന കോവിഡിന്റെ സമയത്ത്, വലിയ പ്രളയം വരുന്ന സമയത്ത് ഒക്കെ ദുരന്തങ്ങൾ അറിയിക്കാനാണ് ഇത്തരം മെസ്സേജുകൾ അയക്കുന്നത് എന്നാണ്. ആ വാദത്തോട് ഞാൻ അംഗീകരിക്കുകയാണ്. കാര്യം ഈ മെസ്സേജ് പറയുന്നത് മൂന്നാം പിണറായി ഗവൺമെന്റ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതുപോലെ മൂന്നാം പിണറായി ഗവൺമെന്റ് വരുന്നുണ്ടേ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത്. അതായത് അരുൺകുമാറെ, അങ്ങ് പറഞ്ഞത് സാധാരണ ഓക്കെ, അങ്ങ് അങ്ങ് പറഞ്ഞില്ല. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. സാധാരണഗതിയിൽ സിഎംഒ അല്ലെങ്കിൽ സിഎംഒ എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത്? ഈ പറയുന്നത് ഇതാ വലിയ കൊടുങ്കാറ്റും മഴയും വരാൻ പോകുന്നേ എന്ന കണക്കിനൊക്കെ മെസ്സേജ് വരുന്നു. അങ്ങനെയാണെന്നേ. അതുപോലെ തന്നെയാണ് ഈ മെസ്സേജിൽ പറയുന്നത് ഇതാ പിണറായി ഗവൺമെന്റ് മൂന്നാമതും വരാൻ പോകുന്നതെന്നാണ്. അതായത് പഴയ മെസ്സേജുകൾ ഒരു ദുരന്തം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഈ തവണയും ഇതാ മറ്റൊരു ദുരന്തം വരാൻ പോകുന്നതെന്നാണ് മെസ്സേജ് അയക്കുന്നത്. നല്ല കാര്യം. അപ്പോ പരിഭ്രമിക്കാൻ ചിലതൊക്കെ ഉണ്ടെന്നാണല്ലോ. ഇത് കാണുമ്പോഴേ പണ്ടെങ്ങനെയാണെന്ന് അറിയാമോ? ദുരന്തം വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു. ഈ പ്രാവശ്യത്തെ മെസ്സേജിന്റെ പ്രത്യേകത, ഈ മെസ്സേജ് തുറന്നു നോക്കുമ്പോൾ വായിക്കുന്നവൻ പറയും, അയ്യോ ദുരന്തം വരാൻ പോകുന്നേ, മൂന്നാമതും പിണറായി